ഇതാണ് ഗസ്റ്റ് ഹൗസ്. ഇവിടെയാണ് ജഡ്ജിമാർ താമസിക്കുന്നത്. നോട്ട് എന്തൊരു ഭാർഗവി എന്നല്ലേ ഷൂട്ട് ചെയ്ത വീട്? അതൊന്നും എനിക്ക് അറിഞ്ഞോളാ അനിയ. ഇതാ ഈ തെണ്ടിയാണ് കലാമണ്ഡലം ആലിക്കോയ. ഇവനെയാണ് നിങ്ങൾ പൊക്കേണ്ടത്. ഇവ ആണാ പെണ്ണാ? ഇവൻ കണ്ട ആണാണ്. ഇനി എന്താ എനിക്ക് അറിഞ്ഞൂടാ. തട്ടിക്കളയട്ടെ സാറേ? തട്ടിക്കളഞ്ഞിട്ട് വേണം കലോത്സവം നിർത്തി വെക്കാൻ. നിങ്ങൾ ആരും അറിയാതെ ജഡ്ജ്മെന്റ് സമയത്ത് അദ്ദേഹത്തെ ഒന്ന് മാറ്റി തന്നാ മതി. അപ്പൊ അയാളെ തട്ടിക്കൊണ്ടുപോകുമ്പോ എന്താണ് അയാളെ തട്ടിക്കൊണ്ടുപോയ എന്താ കുഴപ്പം? എന്തേ നീ മിണ്ടാടെ നിൽക്കൊരു ഭാഗത്ത്. പറയും ഇതാണ് റോഡ്. ഗസ്റ്റ് ഹൗസിൽ നിന്ന് റോഡിലേക്ക് വെറും 250 മീറ്റർ ദൂരം. അത് കൊള്ളാം. എന്തെങ്കിലും പ്രശ്നം ടക്കനെ ഓടിയും കയറാം. എന്ത് പ്രശ്നം? ഇല്ല, എന്തെങ്കിലും സീനുണ്ടായി സ്കൂട്ടാകല്ലോ. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. സംഘാടകരുടെ വേഷത്തിൽ നിങ്ങൾ ഈ ആലിക്കോയയുടെ റൂമിൽ ചെല്ലണം. എന്നിട്ട് ചെന്നിട്ട് പറയണം, സാർ വണ്ടി വന്നിട്ടുണ്ട് പറയണം. നീ ഒന്ന് പറയും. വണ്ടി കയറി. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പിന്നെ വണ്ടി കയറാനുള്ള വേറെ എന്തെങ്കിലും. അയാൾ കലോത്സവത്തിന്റെ ജഡ്ജിയാണ്. അയാളോട് ഒരു മാന്യമായിട്ടുള്ള രീതിയിൽ വേണം സംസാരിക്കാൻ. അയാൾ എന്തൊരു കുന്തമായാലും വണ്ടി കയറാവുള്ളതിന് വണ്ടി കയറാനല്ലേ പറയാൻ പറ്റൂ. നീ ഒന്ന് പറയും കേക്കട്ടെ. മറ്റേ വണ്ടി വന്നിട്ടാ സീൻ ഉണ്ടാക്കാതെ വണ്ടി കയറിക്കോ. എന്താണ് നിങ്ങൾക്കൊന്നും തലയ്ക്ക് സുഖമില്ലേ? ഇത് കൊള്ളായിരുന്നു. പക്ഷേ എന്ത് കൊള്ളാം? ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. അയാൾ കലോത്സവത്തിന്റെ ജഡ്ജിയാണ്. അയാളോട് പറയുമ്പോൾ ഒരു മാന്യത വേണം. സാർ വണ്ടി വന്നിട്ടുണ്ട് സാർ, അങ്ങനെ പറയണം. സാറ് ഞാൻ വല്ലതും വിളിച്ചു പറയും. നമ്മൾ അഭിനയം പഠിക്കാൻ വന്നതല്ല, നമ്മൾ കൊട്ടേഷൻ ടീമാണ്. നിങ്ങൾ ആ രീതി പറഞ്ഞാൽ മതി. അതേ മോനെ, ഞാൻ പറഞ്ഞത് അങ്ങനെ പറഞ്ഞു, ഇത്രേ പറഞ്ഞതുള്ളൂ. അതായത് മാന്യമായിട്ടുള്ള രീതിയിൽ അയാളോട് സംസാരിക്കണം, അത്രേ ഉള്ളൂ. എന്തൊക്കെ ആയാലും നിങ്ങൾ അയാളെ പിടിച്ച് വണ്ടിയിൽ കയറ്റണം. എന്നിട്ട് ഏതെങ്കിലും അജ്ഞാതമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. ഇത്രേ ഉള്ളൂ കാര്യം. എവിടെയാ ഈ അജ്ഞാത സ്ഥലം? അജ്ഞാതമായ സ്ഥലം കുന്തം. നീ എന്തിനാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്? ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കണ ഇടയിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? അതൊക്കെ ചെയ്യോ? നമസ്കാരം. സംഘാടകരാണ്. നിങ്ങൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വരുന്നല്ലേ പറഞ്ഞ്? ഇല്ല, വണ്ടി ഒന്ന് വിളിക്കണം. ഇല്ല, എന്നോട് ഇപ്പൊ വിളിച്ചിരുന്ന അവിടെ സംഘാടകര്. അത് കുഴപ്പമില്ല സാർ, വണ്ടി ഒന്ന് വിളിക്കണം. അല്ലെ അവൻ ചോദിച്ചോക്കട്ടെ. ഞാൻ എന്റെ സുഹൃത്തിനോട് ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. നമ്മൾ നേരത്തെ ഇറങ്ങി. അല്ല അത് നിക്ക്, നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഒന്ന് ചോദിച്ചോക്കട്ടെ. അല്ലെ ഇക്ക് പറഞ്ഞില്ല. അല്ല അവിടുത്തെ മെയിൻ ആളുണ്ട്. എങ്ങനെ പോണ് നിങ്ങള്? എങ്ങനെ പോണ്? ചോദിക്കട്ടെ, ഞാൻ ഫോൺ ചെയ്ത് നോക്കട്ടെ. എന്താ നിങ്ങള് നിങ്ങൾ എവിടുന്നായിരുന്നു? ഇല്ല നിങ്ങള് സംഘാടകരല്ലേ? ബാഡ്ജ് കണ്ടില്ലേ? നിങ്ങള് ബാഡ്ജ് കൊണ്ടല്ലാന്ന് ഞാൻ എന്നോട് പറഞ്ഞ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വരാനാണ്. അപ്പൊ ഞങ്ങൾക്ക് ചോദിക്കണ്ടേ? അവരാരെയും വിളിച്ചാൽ കിട്ടൂല. അല്ല അത് കിട്ടേണ്ട ആൾക്കാരൊക്കെ കിട്ടും. നിങ്ങളോട് വാരിക്ക് മേത്തോടാണ്ടിക്കാണ്ട് വാരിക്ക്. ഞാൻ വരൂ. അതിനല്ലേ വന്നേക്കണേ. നിങ്ങൾ എന്താണ് വേളം ഉണ്ടാക്കണേ? ഞാൻ വരാന്ന്. നിങ്ങൾ സംഘാടകരല്ലേ? ഞാൻ വരൂ. പിന്നെന്താണ്? ആണ് വരാ. ഞാൻ വിളിക്കട്ടെ. ഹലോ ഇവിടെ 3-4 പേര് വന്നിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞു 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നാൽ മതി പറഞ്ഞില്ലേ? 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നാൽ മതി പറഞ്ഞില്ലേ? അതെ, അവിടുന്ന് വണ്ടി പോന്നിട്ടുള്ളൂ പറയണ്. നിങ്ങളെ അവിടുന്ന് വണ്ടി പോന്നിട്ടുള്ളൂ. അല്ല അവര് വണ്ടി അവിടുന്ന് വണ്ടി വന്നിട്ട് സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിന്റെ സമാപന ദിവസമായ ഇന്ന് വളരെ വൈകിയാണ് കലാമത്സരങ്ങൾ ആരംഭിച്ചത്. കുച്ചിപ്പുടിയുടെയും ഭരതനാട്യത്തിന്റെയും വിധികർത്താവായ ആലിക്കോയ നിരവധി കുട്ടികളുടെ രക്ഷകർത്താക്കളിൽ നിന്നും കോഴ വാങ്ങി മുങ്ങിയതാണ് കലാമത്സരങ്ങൾ വൈകാൻ കാരണമായത്. സംഘാടകരുടെ സമയോചിതമായ ഇടപെടലിലൂടെ മറ്റൊരു വിധികർത്താവിനെ കണ്ടെത്തിയാണ് മത്സരങ്ങൾ ആരംഭിച്ചത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭരതനാട്യത്തിന്റെ ഫലപ്രഖ്യാപനത്തോടെ ഈ വർഷത്തെ കലാമത്സരങ്ങൾക്ക് തിരശീല വീഴും. ഇപ്പോൾ കിട്ടിയ വാർത്ത, യുവജനോത്സവത്തിന്റെ അവസാന ഇനമായ ഭരതനാട്യത്തിന്റെ ഫലപ്രഖ്യാപനവും നടന്നിരിക്കുകയാണ്. കുച്ചിപ്പുടിയിലും നാടോടി നൃത്തത്തിലും എ ഗ്രേഡോടുകൂടി 1ാം സ്ഥാനം കരസ്ഥമാക്കിയ കാർമൽ ഹൈസ്കൂളിലെ ഭരണി സത്യശീലനാണ് ഭരതനാട്യത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത്. യുവജനോത്സവ വേദിയിൽ നിന്നും ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വാർത്ത കൂടി ലഭിച്ചിരിക്കുകയാണ്. മത്സരങ്ങളുടെ ഫലപ്രഖ്യാപനം കഴിഞ്ഞ ഉടൻ തന്നെ വിവാദ നായകനായ വിധികർത്താവ് ആലിക്കോയ യുവജനോത്സവ വേദിയിൽ എത്തിയത് ജനങ്ങളിൽ വൻ പ്രതിഷേധമുണ്ടാക്കി. വളരെ വിദഗ്ധമായി ലക്ഷങ്ങൾ കോഴ വാങ്ങി മുങ്ങിയ കോയയെ അതിലും വിദഗ്ധമായി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്.
എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും, മനസ്സിലായിക്ക നീ. പോയോ